കൂടത്തെ നമ്മൾ രണ്ടായി തിരിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. എങ്ങനെയാണ്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടത്തെ നമ്മൾ ആക്സിയൽ സ്കെലിട്ടൺ എന്നാണ് പറയുക, ആക്സിയൽ സ്കെലിട്ടൺ. അനുബന്ധ അസ്ഥികൂടത്തെ നമ്മൾ പറയും അപ്പെൻഡിക്കുലാർ സ്കെലിട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അക്ഷാസ്ഥികൂടം എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? അക്ഷാസ്ഥികൂടം നോക്കൂ, നമ്മുടെ ശരീരത്തിന് ഒരു ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥികൂടമാണ് അക്ഷാസ്ഥികൂടം. നമ്മുടെ ബോഡിക്ക് ഒരു കൂട് പോലെ, ഒരു കവറിങ് പോലെ പ്രവർത്തിക്കുന്ന അസ്ഥികൂടമാണ് ഏത്? അക്ഷാസ്ഥികൂടം. അപ്പൊ മനുഷ്യ ശരീരത്തിന് ഒരു ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥികൂടം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അക്ഷാസ്ഥികൂടം. അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 80. അക്ഷാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദിക്കും, 80 എന്ന് പറയണം. എത്രയാണ്? 80. ഇനി ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. നോക്കൂ, തലയോട്, മാറല്ല്, ഓക്കെ, വാരിയെല്ലുകൾ, നട്ടെല്ല്. അപ്പൊ അക്ഷാസ്ഥികൂടത്തിൽ വരുന്ന അസ്ഥികൾ ഏതൊക്കെയാണ്? തലയോടിലുള്ളത്, മാറല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ല്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മൾ ഈ കുട്ടികളുടെയൊക്കെ ബാർബി ഡോൾ ഉണ്ടല്ലോ, പിള്ളേർ കളിക്കുന്ന ആ പാവയുടെ കൈയും കാലും അവരിങ്ങനെ പറിച്ചു കളഞ്ഞു എന്ന് കരുതുക. 2 കൈയും 2 കാലും പറിച്ചു കളഞ്ഞാൽ തലയും ഉണ്ടാകും, ഉടലിൻ്റെ ഇത്രയും വരെ കാണും അല്ലേ? ഈ ഭാഗത്തെ ആണ് നമ്മൾ എന്ത് പറയുക? അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. തലയുണ്ടാവും അല്ലേ? അപ്പൊ തലയോട്, മാറല്ല്, നമ്മുടെ നെഞ്ചിന്റെ മധ്യരേഖയിൽ, നമ്മുടെ നെഞ്ചിന്റെ നടുക്ക് വരുന്ന അസ്ഥിയാണ് ഏത്? മാറല്ല് എന്ന് പറയുന്നത്. വാരിയെല്ലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നെഞ്ചിന്റെ സൈഡിൽ വരുന്നതാണ് വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. നട്ടെല്ലും നമുക്കറിയാം അല്ലെ? നമ്മുടെ പുറകിൽ വരുന്നതാണ് നട്ടെല്ല്. അപ്പൊ ഇവരെല്ലാരും കൂടി ചേരുന്നതാണ് ഏത്? അക്ഷാസ്ഥികൂടം. ഇവരെല്ലാരും കൂടി എത്ര അസ്ഥി ഉണ്ടായിരിക്കണം? 80 അസ്ഥികളാണ്. എത്രയാണ്? 80 അസ്ഥികൾ.